Bismillahirrahmanirrahim. Alhamdulillah, assalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. ഫലസ്തീൻ ഇസ്രായേൽ ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫലസ്തീൻ വിഷയത്തിൽ നടന്ന യുദ്ധങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായ വിവിധ കരാറുകളും. ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതിന് തൊട്ടുടനെ തന്നെയാണ് അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അറബ് ഇസ്രായേൽ വാർ എന്ന് വിളിക്കപ്പെടുന്ന സംഭവം തുടങ്ങുന്നത് തന്നെ. 1948 മുതൽ 49 വരെയുള്ള കാലങ്ങളിൽ ഏകദേശം ഒരു 6-7 മാസം നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ വാർ ഉണ്ടാവുന്നുണ്ട്. നഖബയെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം. ഇസ്രായേൽ സ്റ്റേറ്റ് 1948 മെയ് 14 സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അന്ന് മുതൽ പിന്നീട് ആൾക്കാർ ഓർക്കുന്ന ദിവസമാണ് നഖബ. ആ നഖബയോടുള്ള പ്രതികരണം എന്ന നിലയിലും ഫലസ്തീൻ പ്രദേശത്തെ വിവിധ ഭാഗങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് അവിടെ ഒരു ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രം സ്ഥാപിച്ചതിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയിലും കൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടാവുന്നത് തന്നെ. അതിൽ ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, ഇറാഖ് അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ അറബ് ഇസ്രായേൽ വാർ യുദ്ധമുണ്ടാവുന്നത്. ഈ യുദ്ധത്തിൽ സ്വാഭാവികമായും ബാക്കിയുള്ള ചെറുതും വലുതുമായ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ചെറിയ സൈന്യങ്ങളും ഇഖ്വാൻ മുസ്ലിമൂൻ എന്ന സംഘടനയുടെ പ്രവർത്തകരായ 10,000-ഓളം പ്രവർത്തകർ അതിൽ പങ്കെടുക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ പോലും അറബ് രാഷ്ട്രങ്ങളുടെ, പ്രത്യേകിച്ച് ഈജിപ്തിന്റെ തന്നെ നേതൃത്വത്തിൽ തുടങ്ങുന്ന യുദ്ധമാണ് ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന 1948-49 കാലത്തിൽ സംഭവിക്കുന്ന യുദ്ധം. പക്ഷേ ഈ ഒരു യുദ്ധത്തിന് പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം ഓർഗനൈസ്ഡും കോർഡിനേറ്റും ചെയ്യപ്പെട്ട സൈന്യമായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ശക്തി അല്ലാതിരുന്ന ഒരു കുറെ കാലം ഒരു ഖിലാഫത്തിന്റെ കീഴിൽ സ്വതന്ത്രമായാണെങ്കിൽ പോലും ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഈ പ്രദേശത്തെ അവിടെ ഉണ്ടായിരുന്ന സൈനിക ശക്തി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ ചെറുക്കാൻ പോകുന്നത്. പക്ഷേ സ്വാഭാവികമായും ഇസ്രായേൽ എന്ന് പറയുന്ന അന്ന് തന്നെ വളരെ സാമ്പത്തികമായും അതുപോലെ തന്നെ സൈനികമായും ആയുധപരമായും ശക്തിയായിരുന്ന ഒരു രാഷ്ട്രത്തോട് ഇവർക്ക് നേരിടാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. UN പ്ലാൻ 1948 ആ സമയത്തെ ഫലസ്തീനിൽ വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട UN പ്ലാൻ ഉണ്ടാവുകയും സ്വാഭാവികമായും UN പ്ലാനെ സയോണിസ്റ്റുകൾ അംഗീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണല്ലോ മെയ് 14 സ്റ്റേറ്റ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിനോടുള്ള ഒരു റിജക്ഷനും കൂടി, അറബ് രാഷ്ട്രങ്ങളുടെ റിജക്ഷനും കൂടിയാണ് ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം രൂപപ്പെടാനും ഈ യുദ്ധത്തിലേക്ക് അവർ കയറി വരാനുമുള്ള കാരണം. പക്ഷെ ഈ യുദ്ധം കൊണ്ട് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ആദ്യത്തെ യുദ്ധത്തിൽ സംഭവിച്ചത് എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് 1949 തന്നെ ഒരു ആംസ്ട്രേസ് എഗ്രിമെന്റ്, ഈ യുദ്ധം നിർത്തിവെക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷം, ആയുധ സംഘർഷം നിർത്തിവെക്കുക എന്ന തലത്തിൽ ഒരു എഗ്രിമെന്റ് രൂപപ്പെടുകയും ആ എഗ്രിമെന്റ് US ആയിരുന്നു അന്ന് അതിനെ ലീഡ് ചെയ്തത്. ഈ എഗ്രിമെന്റ് രൂപപ്പെടുന്നതോടുകൂടി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ സൈനികമായ മേധാവിത്വം ആ ഭാഗത്ത് ഉറപ്പിക്കുന്നതും കൂടിയായിരുന്നു ഈ എഗ്രിമെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആംസ്ട്രേസ് എഗ്രിമെന്റില് പ്രധാനമായും ഓരോ രാഷ്ട്രങ്ങളുടെയും, അതായത് അറബ് പക്ഷത്തോടും ഇസ്രായേലിനോടും പ്രത്യേകം പറഞ്ഞിരുന്നത് ഇതിന് ശേഷം യുദ്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നതായിരുന്നു. അത് മാത്രമല്ല, അതിന്റെ എഗ്രിമെന്റിന്റെ ഭാഗമായി ഗസ ഈജിപ്തിന്റെ ഭാഗത്തേക്ക് വരുന്നു. ഈ യുദ്ധത്തിന്റെ ഭാഗമായി ഇസ്രായേൽ പിടിച്ചെടുത്ത ചില ഭാഗങ്ങളിൽ ഈജിപ്ഷ്യൻ സൈന്യം കുടുങ്ങിക്കിടന്നിരുന്നു. അത് ഫലൂജ പോലുള്ള പ്രദേശങ്ങളിലായിരുന്നു. അവർക്ക് ഇസ്രായേൽ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള അനുവാദം നൽകുന്നുണ്ട്. എന്നത് മാത്രമല്ല,
ഫലസ്തീനിന്റെയും ലബനാനിന്റെയും പ്രത്യേകിച്ച് 13ഓളം ഗ്രാമങ്ങളെ മുഴുവൻ പിടിച്ചടക്കിയിരുന്നു ഇസ്രായേൽ. അതിൽ നിന്ന് ഇസ്രായേൽ പിൻവലിയുന്നതും ഈ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ്. ഈ അഗ്രിമെന്റിന്റെ ഭാഗമായി തന്നെ ഒരു ഭാഗത്ത് പിൻവലിയ നടക്കുന്നു. ഈജിപ്തും ഇസ്രായേൽ, ഈജിപ്റ്റ്, ലബനാൻ പോലുള്ള, ജോർദാൻ പോലുള്ള രാഷ്ട്രങ്ങളുമായി, സിറിയ പോലുള്ള രാഷ്ട്രങ്ങളുമായും എഗ്രിമെന്റ് നടക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ കയ്യിൽ വെക്കുന്നു. ഇതൊന്നും എഗ്രിമെന്റിൽ പെടാതിരിക്കാനുള്ള ശ്രമങ്ങളും അവർ നടത്തുന്നു. എന്നത് മാത്രമല്ല, ജോർദാൻ, ഈ ഇറാഖ്, ജോർദാൻ, ലബനാൻ പോലുള്ള ഭാഗങ്ങളിൽ, ചില ഭാഗങ്ങളിൽ ഡീമിലിറ്ററൈസ്ഡ്, സൈനിക സാന്നിധ്യമില്ലാത്ത സോൺ എന്ന നിലയിൽ യുഎന്റെയും ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ, യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ചയിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ സൈനിക സാന്നിധ്യം ഇല്ല എന്ന് വെച്ചാൽ സ്വാഭാവികമായും അത് വരുന്നത്, ഉപകാരപ്പെടുന്നത് ഇസ്രായേലിന് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഇതിന്റെ ഈ യുദ്ധത്തിന്റെ, ആദ്യത്തെ യുദ്ധത്തിന്റെ ഭാഗമായി ഏകദേശം 80% ഫലസ്തീനും ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ കയ്യിൽ വരുന്നു. 350-ലധികം ഗ്രാമങ്ങൾ തകർക്കപ്പെടുന്നു. വെസ്റ്റ് ബാങ്ക്, അതുവരെ ഫലസ്തീൻ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ആ പ്രദേശത്തിന്റെ അധികാരം മുഴുവൻ പോവുകയും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന കുറച്ചും കൂടി വിശാലമായ ആ ഭാഗത്തേക്ക് ഫലസ്തീൻ ജീവിതം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ധാരാളം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെക്ബ എന്ന സംഭവത്തിന് ശേഷം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്രയാവുന്നു. ഈ ഒരു യുദ്ധത്തോടു കൂടിയും ധാരാളം ഫലസ്തീനികൾ ഈ ഭാഗത്ത് നിന്ന് യാത്രയാവുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അത് മാത്രമല്ല, ഇസ്രായേൽ പിടിച്ചെടുത്ത ഭാഗത്ത് നേരത്തെ തന്നെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ച പശ്ചാത്തലത്തിൽ അവർക്ക് ഉണ്ടായിരുന്നത് ഏകദേശം 7 ലക്ഷത്തോളം ഫലസ്തീനികളായിരുന്നു അവിടെ താമസം ഉണ്ടായിരുന്നത്. ഈ യുദ്ധത്തിനോടനുബന്ധിച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടുന്ന് മാറുകയും 1,65,000 ഫലസ്തീനികൾ മാത്രം അന്ന് ആ ഭാഗത്ത് ബാക്കിയാവുകയും അത്രത്തോളം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നു. എന്ന് മാത്രമല്ല, ഈ ആൾക്കാർ പോകുന്നത് ലബനാനിലും സിറിയയിലും ജോർദാൻ, ഈജിപ്റ്റ്, ഇറാഖ് അടക്കമുള്ള രാഷ്ട്രങ്ങളിലേക്ക് പലായനം, രക്ഷപ്പെടലും, ഓടി രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം കൂടി ആദ്യത്തെ ഈ വാറുമായും യുദ്ധവുമായി ഉണ്ടാവുന്നു. അതിനുശേഷമുള്ള പ്രത്യാഘാതങ്ങളാണ്, ഔട്ട്കമാണ് ഞാൻ ആദ്യം ഇപ്പോൾ വിശദീകരിച്ചത്. ഇതിനുശേഷം ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ പരാജയപ്പെട്ട അറബ് സഖ്യം അതിന് വീണ്ടും ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒരുങ്ങുന്നതാണ് രണ്ടാമത്തെ 1956 നടന്ന സൂയസ് വാർ, അല്ലെങ്കിൽ സൂയസ് കനാലുമായി ബന്ധപ്പെട്ട് നടന്ന ആ യുദ്ധത്തിന്റെ പശ്ചാത്തലം. ഈ യുദ്ധത്തിനോട് ഉണ്ടാവുന്നത്, ഒന്ന്, ഇസ്രായേൽ എന്ന രാഷ്ട്രം ശക്തി ആർജിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന്റെ ഒരു വേദനയുണ്ട്. എന്ന് മാത്രമല്ല, കുറച്ച് ഈജിപ്തുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയങ്ങളും കൂടി 1986 ഈ സൂയസ് വാറിൽ കാരണമായി വരുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതായത്, നാസിർ അന്ന് USSRന്റെ, സോവിയറ്റ് യൂണിയന്റെ തന്നെ സഖ്യകക്ഷിയായിരുന്ന ചെക്കോസ്ലോവാക്യയിൽ നിന്ന് ആയുധ ഇടപാടുകൾ നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. 1986 പശ്ചാത്തലത്തിലാണ്. ഈ ഒരു നീക്കം US-നെയും ബ്രിട്ടനെയും സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിട്ടാണ് കണ്ടത്. കാരണം സ്വാഭാവികമായും USSR രൂപപ്പെട്ടതിന് ശേഷം അമേരിക്ക ശക്തി ആർജിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലും ഒരു കോൾഡ് വാർ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായും സോഷ്യലിസ്റ്റായ നാസറിസം തന്നെ ഒരു പുതിയ ഒരു ആശയം മുന്നോട്ട് വെച്ച ജമാൽ അബ്ദുൽ നാസർ, ഈജിപ്തിന്റെ ഭരണാധികാരി, USSRുമായി കൂടുതൽ അടുക്കുന്നത് കോൾഡ് വാറിനെ കൂടുതൽ പ്രശ്നഭരിതമാക്കും എന്ന് തിരിച്ചറിഞ്ഞ അതൊരു വെല്ലുവിളിയായി കണ്ട US-ഉം ഇതിന്റെ ഇടയിൽ ഇടപെടുന്നതായി കാണുവാൻ കഴിയും. ആ ഒരു ഇടപെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് US വേൾഡ് ബാങ്കിനെ സമ്മർദ്ദം ചെലുത്തി അവർക്ക് നെയിൽ ഭാഗത്ത്, അതായത് അവിടെ തന്നെ ഈജിപ്തിൽ തന്നെ ഉണ്ടാക്കാൻ ഈ ജമാൽ അബ്ദുൽ നാസർ നിർമ്മിക്കാൻ തീരുമാനിച്ച അസ്വാൻ ഡാം എന്നറിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഡാം, അതിന് ലോൺ കൊടുത്തിരുന്നു. ആ ലോൺ തിരിച്ചു വാങ്ങുവാൻ വേൾഡ് ബാങ്കിനെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം US ഉണ്ടാക്കുന്നുണ്ട്. അതിന് പ്രതിവിധി എന്ന നിലയിൽ, അതിനൊരു മറുപടി എന്ന നിലയിൽ ജമാൽ അബ്ദുൽ നാസർ സൂയസ് കനാലിനെ ദേശവൽക്കരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുന്നു. ഈ ദേശവൽക്കരിക്കുന്ന പശ്ചാത്തലത്തിൽ
മറ്റ് രണ്ട് രാഷ്ട്രങ്ങളും കൂടി ഇതിൽ പ്രധാനമായി ഇടപെടുന്നുണ്ട്. അതായത് ആംഗ്ലോ ഫ്രഞ്ച് ഒരു പ്രൈവറ്റ് കമ്പനി, ആംഗ്ലോ ഫ്രഞ്ച് കമ്പനി എന്ന് വിളിക്കപ്പെടുന്ന കമ്പനിക്കായിരുന്നു നെയ്ലുമായി ബന്ധപ്പെട്ട കൈകാര്യങ്ങളും ഇടപെടലും നിയന്ത്രിച്ചിരുന്നത്. അതിനെ മാറ്റിക്കൊണ്ട്, അവരുടെ ആ പ്രൈവറ്റ് ഉപയോഗത്തെ മാറ്റിക്കൊണ്ട് ദേശവൽക്കരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് ഇദ്ദേഹം തീരുമാനിച്ചത്. ആ ഒരു തീരുമാനം ഫ്രഞ്ച് ഭരണകൂടത്തെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകൂടത്തെയും വിഷയത്തിൽ ഇടപെടുവാൻ അവരെ തീരുമാനിച്ചു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബ്രിട്ടീഷും ഫ്രാൻസും ചേർന്ന് ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ആ യുദ്ധത്തിൽ സൂയസ് കനാൽ പിടിച്ചെടുക്കാൻ അവരോട് ആവശ്യപ്പെടുകയും, ഇനി സൂയസ് കനാൽ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ബ്രിട്ടനും ഫ്രാൻസും തീരുമാനിച്ചത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തങ്ങൾ മുന്നോട്ട് വന്ന് ഈ രണ്ട് രാഷ്ട്രങ്ങളോടും, ഈജിപ്തിനോടും ഇസ്രായേലിനോടും യുദ്ധം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായും ഈജിപ്തിനാണ് നഷ്ടം എന്നതുകൊണ്ട് ഈജിപ്ത് യുദ്ധം നിർത്തിവെക്കുകയില്ല. അപ്പോൾ തങ്ങൾ ഇടപെട്ടുകൊണ്ട് സൂയസ് കനാൽ തങ്ങളിലേക്കാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലായിരുന്നു ഇസ്രായേലിനെ ഈ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ കയറി അറ്റാക്ക് ചെയ്യുകയും സൂയസ് കനാലിന്റെയും അതുപോലെ തന്നെ നല്ലൊരു ശതമാനം ഭാഗങ്ങളും ഇവർ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും കൂടി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇടപെടലുകളിലൊന്നും US-ന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല. അത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന, അന്നത്തെ US പ്രസിഡന്റായിരുന്ന ഐസനോവർ അതൊരു വലിയ വിഷയമായിട്ടാണ് കണ്ടത്. കാരണം ഈജിപ്റ്റ് ഇങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലിനെ സഹായിക്കുന്നതോടുകൂടി യുദ്ധത്തിലേക്ക് വരുന്നതോടുകൂടി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി USSRനോട് കൂടുതൽ കൂടുവാൻ ഈജിപ്തിനെ നയിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഐസനോവർ അദ്ദേഹം ഫ്രാൻസിനോടും ബ്രിട്ടനിനോടും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അത് അവർ ആദ്യം വിസമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഐസനോവർ അവരെ വെല്ലുവിളിച്ചു, അതായത് അവരെ ഭീഷണിപ്പെടുത്തി. അതായത് നിങ്ങൾക്ക് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ലോൺ, ഫ്രാൻസിനും അതുപോലെ തന്നെ ബ്രിട്ടനും US നൽകിക്കൊണ്ട ലോൺ ഞങ്ങൾ നിർത്തിവെക്കും എന്ന ആ ഭീഷണിയിൽ വഴങ്ങിക്കൊണ്ട് ബ്രിട്ടനും ഫ്രാൻസും പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ മാറ്റം സംഭവിക്കുന്നത് ഏകദേശം ഒക്ടോബർ മാസം, നവംബർ മാസങ്ങളാണ്. 1986 ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ പിൻവാങ്ങുന്നതോട് കൂടിയാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിന് ഒരു സമാപ്തി സംഭവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് യുദ്ധം ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ നേട്ടമായിരുന്നു, രാഷ്ട്രീയ നേട്ടം എന്ന നിലയിൽ, രാഷ്ട്രീയ വിജയം എന്ന നിലയിൽ ഈജിപ്തിന് ഉപകാരമുണ്ടായി. ഒരുപാട് ഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്ത് കുറച്ചു കാലം വെച്ചെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. ഒരുപാട് ഹ്യൂമൻ റിസോഴ്സും നാച്ചുറൽ റിസോഴ്സും നഷ്ടപ്പെട്ടു. എന്നാൽ പോലും ഒരു പൊളിറ്റിക്കലി, ഒരു രാഷ്ട്രീയപരമായ വിജയം ആയിരുന്നു. കാരണം ഇസ്രായേലിന് പിൻവലിയേണ്ടി വന്നു എന്നുള്ളത്. അത് മാത്രമല്ല, നാസർ എന്ന ഒരു താരം അറേബ്യൻ സമൂഹത്തിനുള്ളിൽ കൂടുതൽ ഉയർന്നു വരുവാൻ കാരണമായി. നാസറിസം എന്നുള്ള പദപ്രയോഗം തന്നെ കൂടുതൽ ശക്തമായി. അദ്ദേഹം അറബ് ലോകങ്ങൾക്കിടയിലും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കിടയിലും ഇന്ത്യയിൽ പോലും വിവിധ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധേയമായ മുഖമായി മാറുകയും ചെയ്തു. അങ്ങനെ നാസറിന്റെ ഒരു പൊളിറ്റിക്കൽ വിജയം കൂടിയായി മാറുന്നുണ്ട്. എന്ന് മാത്രമല്ല, വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സാന്നിധ്യവും സ്വാധീനവും നഷ്ടപ്പെടുവാൻ 1956 ഈ യുദ്ധം കാരണമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ US എന്നത് ഒരു പുതിയ യൂണിപോളാർ ശക്തിയായി വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിൽ ഉയർന്നു വരുവാനും ഇത് കാരണമായി. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ UN മറ്റൊരു നഷ്ടം അല്ലെങ്കിൽ ഒരു ചോദ്യം, ഈജിപ്തിന്റെ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് UN-ന്റെ എമർജൻസി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ആർമി ഈജിപ്തിൽ അവർ കുടിയിരുന്നതും അത് ഈജിപ്തിന്റെ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ പോലും പൊതുവെ ബ്രിട്ടനെ പോലെ ഫ്രാൻസ് പോലുള്ള അധിനിവേശ ശക്തികളുടെ സ്വാധീനം വെസ്റ്റ് ഏഷ്യയിൽ നിന്നും പ്രത്യേകിച്ച് ഈജിപ്ഷ്യന്റെ ചുറ്റുപാടിൽ നിന്നും ഇല്ലാതാക്കുവാൻ നാസറിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമായി അറബികൾ കണക്ക് കൂട്ടുകയും അതിന്റെ ഭാഗമായി നാസർ തന്നെ കൂടുതൽ വലിയൊരു താരമായി മാറുകയും ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിലാണ്.
മൂന്നാമത്തെ യുദ്ധം ഉണ്ടാവുന്നത് 1967 സിക്സ് ഡേ വാറിലാണ്. ഈ യുദ്ധം പലതവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. സിക്സ് ഡേ വാർ എന്നത് ആധുനിക ഫലസ്തീൻ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. ഈ സിക്സ് ഡേ വാറിൽ ഇസ്രായേൽ, ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, PLO എന്ന പുതിയ ഒരു സംഘടനയ്ക്കും എതിരെ പോരാടുന്ന ഒരു സാഹചര്യമാണ്. 1964 അറബ് ലീഗിന്റെ പശ്ചാത്തലത്തിലാണ് PLO രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് 1959 ഫതഹ് എന്ന് പറയുന്ന പോരാട്ട സംഘടന യാസർ അറഫാത്ത് രൂപീകരിക്കുന്നത്. പിന്നീട് 64 PLO രൂപീകരിക്കുന്നതോടുകൂടി അതിലെ പ്രമുഖ സംഘടനയായി, ഒന്നാമത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സംഘടനയായി ഫതഹ് മാറുകയും PLO ശക്തിയായി ആർജിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ യാസർ അറഫാത്ത് കൂടുതൽ പ്രമുഖനായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ അതൊരു ഒരുപാട് പോരാട്ട സംഘടനയുടെ ഒരു കൂട്ടായ്മയായ PLOയും ജോർദാനും സിറിയയും ഈജിപ്തും ഇസ്രായേലിനെതിരെ നടത്തിയ യുദ്ധമാണ് സിക്സ് ഡേ വാർ എന്ന് വിളിക്കപ്പെടുന്ന 1967 നടന്ന യുദ്ധം. പക്ഷേ ഈ യുദ്ധത്തിൽ അറബ് സഖ്യത്തെയും PLOയെയും സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമായിരുന്നു. ജെറൂസലേമും ഗസ, വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സിനായി ഭാഗങ്ങളും ഈ അക്കബ പോലുള്ള ഗൾഫ് ഏരിയ, ഉപദ്വീപ് ഏരിയ മുഴുവനും അവർ പിടിച്ചെടുക്കുന്നു. പക്ഷേ കുറച്ചൊക്കെ ഒരു രാഷ്ട്രീയപരമായ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ ജമാൽ അബ്ദുൽ നാസർ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് റെഡ് സീയിലേക്കുള്ള, ചെങ്കടലിലേക്കുള്ള ഇസ്രായേലിന്റെ അവരുടെ കണക്ഷൻ കട്ട് ചെയ്യുവാൻ നാസറിന് കഴിയുന്നുണ്ട്. ഈ സിനായി, ഗൾഫ്, അക്കബ ഏരിയയിൽ മിലിറ്ററി പ്രസൻസ് ഉണ്ടാക്കാൻ നാസറിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈജിപ്തിൽ ഇവരൊരു മാനക്കേട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന UN-ന്റെ എമർജൻസി ഫോഴ്സിനെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു കെൽപ്പ്, ഒരു അഭിമാനബോധം നാസർ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെയും അത് പ്രത്യേകിച്ച് ഭൗതികമായ ഈജിപ്തിനെ അല്ലെങ്കിൽ അറബ് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മെച്ചങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. മെയ് 30, 1967 മെയ് 30 നാസറും അന്നത്തെ ജോർദാനിലെ രാജാവായിരുന്ന ഹുസൈൻ രാജാവും തമ്മിൽ ഒരു പാക്ട് ഉണ്ടാക്കുകയും പിന്നെ ജൂൺ 5 ഈ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. ജൂൺ 5 1967 ജൂൺ 5 സംഭവിക്കുന്ന ഈ അറ്റാക്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. അവർ വായുമാർഗം അറ്റാക്ക് നടത്തുകയും ഈജിപ്തിന്റെ പ്രധാനപ്പെട്ട അവരുടെ ഹെലികോപ്റ്ററുകളുടെയും ആ രീതിയിലുള്ള മുഴുവൻ ആയുധങ്ങളെ മുഴുവനും ഇല്ലാതാക്കാനും ഏറെക്കുറെയൊക്കെ നശിപ്പിച്ചു കളയാനും കഴിയുന്നുണ്ട്. അങ്ങനെ ഈജിപ്തിനെ തങ്ങളുടെ വരുതിയിലേക്ക് വരുത്തുവാൻ ഇസ്രായേലിന് ഈ യുദ്ധത്തിലൂടെ കഴിയുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് ഈജിപ്തുമായി യുദ്ധമുണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിൽ ആദ്യം ജോർദാനുമായി ഒരു വെടിനിർത്തൽ കരാർ ഇസ്രായേൽ തയ്യാറാവുന്നു. ആ ജോർദാന് ശേഷം, അത് ജൂൺ 8 സംഭവിക്കുന്നത്. ജൂൺ 10 സിറിയയുമായും വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഈ വെടിനിർത്തൽ കരാറുകൾ ഉണ്ടാക്കുന്നതോടുകൂടി ജോർദാന്റെ പല ഭാഗങ്ങളിലുള്ള അധികാരം ഇസ്രായേൽ പിടിച്ചു വെക്കുകയാണ്. സിറിയയുമായി വെടിനിർത്തൽ കരാർ എന്നതോടുകൂടി സിറിയയെ തങ്ങളുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് വഴക്കിക്കൊണ്ടുവരികയാണ് എന്നുള്ളൊരു സാഹചര്യം ഇതിനുണ്ടാവുന്നു. ഇങ്ങനെ ജോർദാനെ വെടിനിർത്തൽ കരാറിന് പ്രേരിപ്പിക്കുന്നു, സിറിയ വെടിനിർത്തൽ കരാറിന് പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈജിപ്തിന്റെ നല്ല ശതമാനം സൈനിക ശക്തിയെ നശിപ്പിച്ചു കളയുന്നു. ഈ ഒരു തരത്തിൽ സംഭവിക്കുന്നതോടുകൂടി 1967 ഈ ഭാഗത്തെ സൈനികത്തെ മുഴുവൻ നശിപ്പിക്കുന്നതോടുകൂടി ഇസ്രായേൽ ഒരു അനിഷേധ്യ സൈനിക ശക്തിയായി, പ്രാദേശിക ശക്തിയായി മാറുകയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദന്മാർ അവർക്കൊരു ഉണർവ് ലഭിക്കുകയും ആലിയ, അതായത് ജൂയിഷ് ഇമിഗ്രേഷന് കൂടുതൽ ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്ന ഈ സംഭവമാണെന്ന് ചരിത്രത്തിൽ നോക്കിയാൽ കാണുവാൻ കഴിയും. ഈ യുദ്ധത്തോടു കൂടി നാസറിസം എന്ന് വീർപ്പിക്കപ്പെട്ട, എല്ലാവരും ഉദ്ഘോഷിച്ച ആ ചിന്താഗതി തകർന്നു പോവുകയും അതിൻ്റെ കൂടെ തന്നെ അറബ് സൈന്യത്തിന്റെ ഒരു മനോവീര്യം ഇല്ലാതാവുകയും ചെയ്യുന്നത് ഈ യുദ്ധത്തിലോട് കൂടിയാണ്. ഇതിന് ശേഷമാണ് 1967 യോം കിപ്പൂർ വാർ എന്നോ
അല്ലെങ്കിൽ ഒക്ടോബർ വാർ എന്നോ അല്ലെങ്കിൽ റമദാൻ വാർ എന്നോ വിളിക്കപ്പെടുന്ന 1973 ഒക്ടോബർ 6 തുടങ്ങിയ യുദ്ധം, അതായത് റമദാൻ മാസത്തിലായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ പോരാടുക, സയോണിസ്റ്റുകൾക്കെതിരെ പോരാടുക എന്നത് ഒരു ജിഹാദി വികാരവും ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. അതുപോലെ തന്നെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശേഷ ദിനമായ യോം കിബോറിലാണ് ഉണ്ടാവുന്നത്. അവർക്കും ഒരു മതകീയ മാനം ഇതിലുണ്ടാവുന്നു. ഒക്ടോബറിലാണ് ഇത് സംഭവിക്കുന്നത് കൊണ്ട് ഒക്ടോബർ വാർ എന്ന രീതിയിലുമാണ് ഇത് അറിയപ്പെടുന്നത്. സ്വാഭാവികമായും ഈജിപ്തും ജോർദാനും സിറിയയും ഇസ്രായേലിനെതിരെ പോരാടുന്ന ഒരു യുദ്ധമാണ് ഈ യുദ്ധം. ഈ യുദ്ധത്തിൽ 1970 ജമാൽ നാസർ മരണപ്പെടുന്നുണ്ട്. അതിനുശേഷം ഭരണാധികാരിയായി മാറിയ അൻവർ സാദാത്തിന്റെ കാലത്താണ് ഈ യുദ്ധം ഉണ്ടാവുന്നത്. അൻവർ സാദാത്താണ് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഈ യുദ്ധത്തിനൊരു തയ്യാറെടുപ്പ് എടുക്കുന്നത് അദ്ദേഹമാണ്. പക്ഷേ സ്വാഭാവികമായും ഈ തയ്യാറെടുപ്പെടുത്താൽ പോലും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിരുന്നില്ല. അവർ ഇതിനെ തകർക്കാനും അവർക്ക് കഴിഞ്ഞതായും നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ USSRും ഈ ഒരു വിഷയത്തിൽ ഒന്നിക്കുന്നതായി കാണാൻ കഴിയും. യുദ്ധത്തെ ഒന്ന് തണുപ്പിക്കുവാനും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യം ഒന്ന് സമാധാന രീതിയിലാക്കുക എന്നുള്ളതും, അതുമാത്രമല്ല അവരുടെ പ്രാദേശിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക. യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ USSനും USSRനും ഈ പ്രദേശത്തെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതാവ് വരികയും ചെയ്യും എന്നുള്ള ധാരണ കൊണ്ട് ഇവർ രണ്ടുപേരും ഇതിൽ യോജിക്കുകയും ഡിപ്ലോമാറ്റിക് പ്രഷർ ഈ രണ്ട് സഖ്യത്തിന് നേരെയും ഇസ്രായേലിനെതിരെയും ഈജിപ്തിനെതിരെയും നടത്തുകയും അങ്ങനെ നവംബർ മാസത്തിൽ ഈജിപ്റ്റ് വെടിനിർത്തൽ കരാറിന് തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈജിപ്തിന്റെ കൂടെ യുദ്ധം ചെയ്ത ഇസ്രായേൽ അത് ഏകദേശം 1974 അടുത്ത വർഷം വരെയും അവരുടെ ചെറുതും വലുതുമായ പോരാട്ടങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഈ ചർച്ച നിർത്തുവാൻ വേണ്ടി നടന്ന മറ്റൊരു കോൺഫറൻസ് ആണ് 1973 നടന്ന ജനീവ കോൺഫറൻസ്. ഈ ജനീവ കോൺഫറൻസിന്റെ ചർച്ചകളിലാണ് ഈ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനുമുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭാഗങ്ങൾ പിടിച്ചടക്കുക എന്ന ലക്ഷ്യം മാത്രമേ അവർ മുന്നിൽ വെച്ചുകൊണ്ടുള്ളൂ. അതുകൊണ്ട് ജനീവ കോൺഫറൻസിന്റെ വർത്തമാനങ്ങളൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നില്ല. അതുപോലെ ഇതിന്റെ ഈ യുദ്ധങ്ങൾ ഉണ്ടാക്കിയ റിസൾട്ടും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഡിപ്ലോമാറ്റിക്കലായി 1967 US-ഉമായി ഈജിപ്തും മറ്റു രാഷ്ട്രങ്ങളും ഉണ്ടാക്കിയിരുന്ന ഡിപ്ലോമാറ്റിക് കരാർ ഇല്ലാതായിരുന്നു ആദ്യത്തെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട്. പിന്നീട് 1973 ആവുന്നതോടുകൂടി വീണ്ടും US വെസ്റ്റ് ഏഷ്യൻ ചർച്ചകളിലെ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റുകളിലെ മീഡിയേറ്റർ പ്രധാനികളായി മാറുന്നതും ഈ സംഭവത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ഇത് അറബ് ലോകത്തെ കൂടുതൽ ശക്തിയാക്കി മാറ്റിയ, ഇസ്രായേലിനെയും ബ്രിട്ടനെയും അമേരിക്കയും എല്ലാം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വഴിതെളിച്ച ഓയിൽ എംബാർക്കോ എന്ന ഓയിലിന്റെ നികുതി കൂടുതൽ ചുമത്തുകയും ഓയിലിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമ്മർദ്ദം ചെലുത്തി അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ സമ്മർദ്ദത്തിലാക്കുന്ന കിങ് ഫൈസലിന്റെ ആ തീരുമാനം, ഓയിൽ എംബാർക്കോ ഉണ്ടാവുന്നതും ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഇത് നടക്കുന്നത് ഈ യുദ്ധവുമായി തന്നെ ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എന്ന് മാത്രമല്ല, ഈ 1973 യുദ്ധം ക്യാമ്പ് ഡേവിഡ് അക്വേർഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇത്രയും കാലം 1948 മുതൽ 70 വരെയുള്ള 72 അല്ലെങ്കിൽ 73 വരെ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈജിപ്റ്റ് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ആ അക്കോർഡ്സ്, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് എന്ന അക്കോർഡ്സിലേക്ക് നയിച്ചതും ഈ സംഭവമാണ്, ഈ യുദ്ധമാണ് എന്നും നമ്മൾ പറയണം. അതുമാത്രമല്ല USSRുമായി അറബ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഈജിപ്റ്റ് ആയുധ ഇടപാടുകൾക്കും നയതന്ത്ര ഇടപാടുകൾക്കും കൂടുതൽ സാധ്യത ഒരുക്കിയതും ഈ യുദ്ധമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, സ്പെയിൻ അടക്കമുള്ള വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ കൂടുതൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഇഷ്യൂവിൽ കൂടുതൽ ഇടപെടുവാനും ഈ ഒരു സംഭവം വഴിയൊരുക്കി എന്നതും ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അൻവർ സാദാത്ത് ഈജിപ്റ്റ് സന്ദർശിക്കുന്ന ആദ്യത്തെ ഈജിപ്ഷ്യൻ നേതാവായി മാറുന്നതും ഈ പശ്ചാത്തലത്തിലാണ്.
ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് 1978 സെപ്റ്റംബർ 17 നടക്കുന്ന ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് ഉണ്ടാവുന്നത്. US അന്നത്തെ നേതാവായിരുന്ന ജിമ്മി കാർട്ടറും അൻവർ സാദാത്തും ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന മെനാഷം ബെഗും ചേർന്നുകൊണ്ടാണ് ഈ ഓസ്ലോ ഈ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സിന് തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായി 1979 അതിൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാലത്തെ മുസ്ലിങ്ങളുടെ, അറബ് ലോകത്തിന്റെ ഇസ്രായേൽ വിരുദ്ധ, സയോണിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈജിപ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രം ആദ്യമായി ഇസ്രായേലിന് മുമ്പിൽ സമ്പൂർണമായി കീഴ്വണങ്ങുകയും സമാധാനം എന്ന് പറഞ്ഞ പേരിൽ ആ ഉണ്ടാക്കിയ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഈ 1979 ഉണ്ടാവുന്നത്. ഇതിന്റെ ഭാഗം ഇതിൽ ചില ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഫലസ്തീന് വേണ്ടിയിട്ടാണല്ലോ ഇസ്രായേലുമായി ഒപ്പുവെക്കുന്നത്. അതിൽ ഫലസ്തീനികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല, UN പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ UN ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് തള്ളിക്കളയാണ് ചെയ്തത്. ഫലസ്തീനിലെ ജെറൂസലേമിലെ എന്താണ് പൊസിഷൻ? കാരണം ജെറൂസലേം എല്ലാവർക്കും പവിത്രമാവുന്നത് പോലെ ഫലസ്തീൻ ഒരു രാഷ്ട്രം ഉണ്ടാവുകയാണെങ്കിൽ ജെറൂസലേം ക്യാപിറ്റൽ ആവണമെന്നത്, ഖുദ്സ് ഭാഗം ക്യാപിറ്റൽ ആവണമെന്നുള്ളത് അവർ ആഗ്രഹമാണ്. അപ്പൊ ജെറൂസലേമിന്റെ പൊസിഷനെ കുറിച്ച് ഇതിൽ പരാമർശമില്ല. അതുപോലെ തന്നെ 1948 മുതലും പിന്നീട് ഇതുവരെ നീണ്ടുകിടക്കുന്ന യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും അവിടുന്ന് ഓടിപ്പോയ ഫലസ്തീനികളുടെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള, അവരുടെ അവകാശത്തെക്കുറിച്ചും തിരിച്ചുവരവിനെ കുറിച്ചും ഈ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സിൽ ചർച്ച ചെയ്തില്ല എന്നതും പ്രധാനപ്പെട്ട കാരണമാണ്. അത് മാത്രമല്ല, വെസ്റ്റ് ബാങ്ക് ഒക്കെ അന്ന് ഈ ജോർദാന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ജോർദാനും വെസ്റ്റ് ബാങ്ക്, ഗസ, ഈസ്റ്റ് ജെറൂസലേം ഒക്കെ എന്ന ഭാഗങ്ങളിൽ ശക്തമായ പൊളിറ്റിക്കൽ, നയതന്ത്ര, സൈനിക സാന്നിധ്യം പോലും ഉണ്ടായിരുന്ന ജോർദാനിനെ ഈ ചർച്ചയിലും ഉൾപ്പെടുത്തിയില്ല എന്നതും ജോർദാന് വലിയൊരു ആഘാതം സൃഷ്ടിച്ച സംഭവമാണ്. ഇത് കൂടാതെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനുള്ളിൽ സയോണിസ്റ്റുകൾ പോലും അൻവർ സാദാത്തിന്റെ ഈ ട്രീറ്റിയോട് എതിർത്തിരുന്നു. അങ്ങനെ ഒരു എതിർപ്പ് രാഷ്ട്രത്തിൽ പോലും ഉണ്ടായിരുന്നു. അതിന് കാരണം അൻവർ സാദാത്ത് പറഞ്ഞു, സിനായി പോലുള്ള ഭാഗങ്ങളിൽ അങ്ങനെ അറ്റ്ലീസ്റ്റ് അൻവർ സാദാത്തിന് ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അൻവർ സാദാത്ത് പറഞ്ഞത് സിനായി പോലുള്ള ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല എന്ന കരാറും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി മുന്നോട്ട് വെച്ചത് കൊണ്ട് സയോണിസ്റ്റുകൾ ഇദ്ദേഹത്തിനെ, അല്ലെങ്കിൽ ഈ ഒരു അക്കോർഡ്സുമായി അത്ര തൃപ്തരായിരുന്നില്ല എന്നും ചരിത്രം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അറബ് ലോകത്ത് പൊതുവെ ഈ ഒരു നീക്കം, ഈജിപ്തിന്റെ ഈ ഒരു കീഴ്വണങ്ങൽ, ഇസ്രായേലിന് മുമ്പിലുള്ള ഇവരുടെ അടിയറവ് വെക്കൽ, അത് വലിയ ചോദ്യമായി മാറുകയും ഈജിപ്റ്റ് എന്ന രാഷ്ട്രത്തിന്റെ മഹിമ നഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രധാന കാരണമുണ്ടായി. അതേസമയം 1981 ഒക്ടോബർ 6 ഒരു സൈനിക പരേഡിനെതിരെ അൻവർ സാദാത്ത് വധിക്കപ്പെടുന്ന സാഹചര്യവും കൂടി ഉണ്ടാവുന്നു എന്നുള്ളതും മറ്റൊരു സാഹചര്യമാണ്. അൻവർ സാദാത്ത് വധിക്കപ്പെടുന്നതോടുകൂടി പിന്നീട് അധികാരത്തിലേറുന്നത് ഹൊസ്നി മുബാറക്ക് എന്ന, പിന്നീട് ഏകദേശം 30-ലധികം വർഷം ഈജിപ്ത് ഭരിച്ച അടുത്ത സ്വേച്ഛാധിപതിയാണ്. ഈ സ്വേച്ഛാധിപതി ഏകദേശം അൻവർ സാദാത്തിന്റെ തന്നെ നിലപാടാണ് ഈജിപ്തിന്റെ കാര്യത്തിൽ, ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ പിന്തുടരുന്നത് എന്നതും മറ്റൊരു വസ്തുതയാണ്. അടുത്ത യുദ്ധം ഉണ്ടാവുന്നത് 1982 ലെബനാൻ അധിനിവേശമാണ്. ഈ അധിനിവേശം നിരവധി മനുഷ്യന്മാരുടെ കൂട്ടക്കൊലയ്ക്ക്, സൊബറ ഷാത്തീര പോലുള്ള ലെബനാൻ ഗ്രാമങ്ങളിലെ കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യം ക്രിസ്ത്യൻ മെറോണിറ്റ് തീവ്രവാദ സംഘടനകളായ ഫലാംഗിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു തീവ്രവാദ സംഘടനയുമായി ചേർന്നുകൊണ്ടാണ് സബറ ഷാത്തീല കൂട്ടക്കൊല നടത്തുന്നത്. അതായത് ഇസ്രായേൽ സയോണിസ്റ്റുകൾ ലെബനാനിലെ മറോണൈറ്റ് ക്രിസ്ത്യൻസിന്റെ വിഭാഗത്തിനിടയിലുള്ള തീവ്രവാദ സംഘടനയായ ഫലാംഗിസ്റ്റുകളുമായി ചേർന്നുകൊണ്ടാണ് സബറ ഷാത്തീല കൂട്ടക്കൊല പോലും നടത്തുന്നത്. അത്രത്തോളം രീതിയിൽ ലെബനാനെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഉദ്ദേശം.
എന്നതുപോലെ തന്നെ ലബനാനിൽ അവിടെയുള്ള ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് തങ്ങൾക്ക് പറ്റുന്ന ഒരു പാവ ഭരണകൂടം അവിടെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ ലബനാൻ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന PLOയെ ആ ഭാഗത്ത് നിന്ന്, ബെയ്റൂത്ത് അടക്കമുള്ള പ്രധാന നഗരഭാഗങ്ങളിൽ നിന്ന് അവരെ പുറംതള്ളുക എന്നുള്ളതും മറ്റൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ PLOയെ അവർക്ക് അവരെ ഓടിക്കുവാൻ കഴിഞ്ഞു, PLOയെ ഒഴിവാക്കുവാൻ കഴിഞ്ഞു. പക്ഷേ ഈ അവിടെ ഒരു പാവ ഗവൺമെന്റ് സ്ഥാപിക്കുക എന്ന നിലയിൽ അവർ ഉദ്ദേശിച്ച ഒരു ബഷീർ അൽ ജുമൈൽ എന്ന് പറയുന്ന ഒരു ഫലാംഗിസ്റ്റ്, ക്രിസ്ത്യൻ ഫലാംഗിസ്റ്റ് ലീഡറിനെ പ്രസിഡന്റ് ആക്കുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെടുന്നതും ഈ ഒരു പശ്ചാത്തലത്തിലാണ്. റെഡ് ക്രോസിന്റെ, ഇന്റർനാഷണൽ റെഡ് ക്രോസിന്റെ അവരുടെ കണക്ക് പ്രകാരം 2750ഓളം ലബനാനികളും ഫലസ്തീനുകളുമാണ് ലബനാനിൽ കൊല ചെയ്യപ്പെട്ടതെന്നുള്ളതാണ്. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ഏരിയൽ ഷാരോന്റെ നേതൃത്വത്തിലാണ് ഈ സബറ ഷാത്തീല സംഭവം തന്നെ ഉണ്ടാവുന്നത്. ഇതിന്റെ മറ്റൊരു എഫക്റ്റ് ആയിരുന്നു 1982 അതേ വർഷം തന്നെ ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയ, ഇന്നും അവയെ ഭയപ്പെടുത്തുന്ന ഹിസ്ബുള്ള എന്ന ഷിയഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഒരു സംഘടന രൂപപ്പെടുന്നതും ഇതേ വർഷമാണ്. ഹിസ്ബുള്ളയുടെ പ്രവർത്തനമായിരുന്നു പിന്നീട് ഇസ്രായേലിന് അവിടുന്ന് പിന്തിരിഞ്ഞു പോകുവാൻ പ്രേരിപ്പിച്ചത് എന്നതും മറ്റൊരു കാരണമാണ്. ഇങ്ങനെ ലബനാനിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരുപാട് പേരെ, 3000-നോടടുത്ത ആൾക്കാരെ കൊന്ന PLOയെ അവിടുന്ന് അടിച്ചു പുറത്താക്കാൻ അവർക്ക് കഴിഞ്ഞ ഇസ്രായേലിന്. പക്ഷേ ഹിസ്ബുള്ളയുടെ പോരാട്ടത്തിന് മുന്നിൽ അവർക്ക് അടിയറ പറയേണ്ടി വന്നതും ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്നതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. അതായത് പിന്നീട് ഉണ്ടാവുന്ന ഒരു ചർച്ച, എഗ്രിമെന്റ് എന്ന് പറയുന്നത് 1991 നടന്ന മാഡ്രിഡ് കോൺഫറൻസ് ആണ്. നവംബർ മാസത്തിൽ നടന്ന ഈ യുദ്ധം, ഈ കോൺഫറൻസ്, അത് സ്പെയിനിന്റെ മധ്യസ്ഥതയിലാണ്. സ്പെയിനും അതുപോലെ തന്നെ USSRും ഒരുപോലെ ഇടപെട്ട കോൺഫറൻസ് ആണ് ഈ മാഡ്രിഡ് കോൺഫറൻസ് എന്ന് വിളിക്കപ്പെടുന്ന 1991 കോൺഫറൻസ്. ഇതിൽ ജോർദാൻ, അതുപോലെ ലബനാൻ, സിറിയൻ രാഷ്ട്രങ്ങളിലെ ഡെലിഗേഷനും ഉണ്ടായിരുന്നു. PLOയുടെ ഡെലിഗേഷനും ഉണ്ടായിരുന്നു. ജോർജ് ബുഷ് സീനിയർ, ഒന്നാം ബുഷ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് തന്നെ. ഈ കോൺഫറൻസിൽ ആ ഭാഗത്തുള്ള വെസ്റ്റ് ഏഷ്യൻ, ഫലസ്തീൻ ചുറ്റുപാടുമുള്ള വെള്ളം, പ്രകൃതി, അതുപോലെ തന്നെ യുദ്ധ ഇടപാടുകൾ, അഭയാർത്ഥി വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തെങ്കിൽ പോലും പ്രത്യേകിച്ച് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്ന ഒരു കോൺഫറൻസ് ആണ് മാഡ്രിഡ് കോൺഫറൻസ് എന്ന് വിളിക്കപ്പെടുന്ന 1991 നടന്ന, നവംബർ മാസത്തിൽ നടന്ന കോൺഫറൻസ്. തൊട്ടടുത്ത 2 വർഷത്തിന് ശേഷം ഫലസ്തീനികളുടെ തന്നെ മുഖമുദ്ര മാറ്റിക്കളയുന്ന, ഫലസ്തീനി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കിയ സംഭവം ഓസ്ലോ അക്കോർഡ്സ്. അത് നടന്നത് 1993 ഇത് ഇസ്രായേലും PLOയും, അതായത് യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ രഹസ്യമായി നടന്ന ചർച്ചയാണ് ഓസ്ലോ അക്കോർഡ്സ്. 1995 ഓസ്ലോ അക്കോർഡ്സ്, രണ്ടാം ഓസ്ലോ അക്കോർഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന 95 നടന്നതിലാണ് മുഴുവൻ അതായത് കരാറുകൾ പൂർത്തിയാവുന്നത്. ഇത് സ്വാഭാവികമായും ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഫത്തഹ് പാർട്ടിയെ, ഇദ്ദേഹത്തിന്റെ യാസർ അറഫാത്തിന്റെ ഫത്തഹ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില വിജയങ്ങൾ ഉണ്ടായി എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ പോലും, എന്നാൽ അത് ദുരവ്യാപകമായ, ഭാവിയിലും ഇന്നും ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അപമാനക്ഷതം ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ഓസ്ലോ അക്കോർഡ്സ്. അന്ന് 1987 ജന്മം കൊണ്ട ഹമാസ് ഇതിനെ എതിരായിരുന്നു. ഭൂരിപക്ഷം ഫലസ്തീനുകളും ഇതിനെതിരായിരുന്നു. ഇസ്ലാമിക് ജിഹാദ്, ഫിലസ്തീൻ എന്ന ഇസ്ലാമിക് ജിഹാദ് സംഘടനയും ഇതിന് എതിരായിരുന്നു. ഈ ഒരു ഓസ്ലോ അക്കോർഡ്സിന്റെ ഭാഗമായി ഉണ്ടായ ചില മാറ്റങ്ങൾ എന്നത് ഫലസ്തീൻ അതോറിറ്റി, വെസ്റ്റ് ബാങ്ക്, ജെറൂസലേം, ഗസ ഭാഗത്തെ കേന്ദ്രീകരിച്ച് നിങ്ങൾക്കൊരു ഭരണകൂടം ഉണ്ടാക്കാം എന്ന് തിയറിറ്റിക്കലി അനുവാദം കൊടുക്കുന്ന, താത്വികമായ അനുവാദം കൊടുക്കുന്ന തരത്തിൽ ഫലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് രൂപീകരിക്കാം എന്ന അനുവാദം കിട്ടുന്നത് ഈ ഓസ്ലോ അക്കോർഡ്സിലൂടെയാണ്. അതിനുശേഷമാണ് യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ PA അവർ സ്ഥാപിക്കുന്നത്.
എന്നത് മാത്രമല്ല, PLO ഇത്രയും നാളും ഇസ്രായേലുമായി ഏറ്റുമുട്ടിയിരുന്ന PLO ഇസ്രായേലിനെ അംഗീകരിക്കുന്നതും ഈ ഒരു സംഭവത്തോടു കൂടിയാണ്. അതോടുകൂടി ഇസ്രായേൽ PLOയെയും തീവ്രവാദിയായിരുന്ന PLO സമാധാനവാദിയായി മാറുന്നതും ഓസ്ലോ അക്കോർഡ്സിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ പലവിധ ചർച്ചകൾ ഉണ്ടായെങ്കിൽ പോലും ഇസ്രായേൽ അപ്പോഴും ഏറ്റവും വലിയ വിഷയമായ ഫലസ്തീൻ അഭയാർത്ഥികളുടെ തിരിച്ചുവരവിനെ കുറിച്ച് മൗനം പാലിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ഫലസ്തീൻ ഒരു പൂർണ്ണ സെൽഫ് ഡിറ്റർമിനേഷൻ ഉള്ള, സെൽഫ് അറ്റോണമി, മുഴുവൻ അറ്റോണമിയും ലഭിക്കുന്ന ഒരു ഭരണകൂടത്തെ ഇസ്രായേൽ അംഗീകരിച്ചില്ല. കാരണം ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും സൈനിക സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ഭരണം നിങ്ങൾ നടത്തിക്കൊള്ളൂ എന്ന രീതിയിലാണ് PAയെ ഇവർ അംഗീകരിച്ചത് എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് 1994 ആദ്യം ഈജിപ്തിന് ശേഷം മറ്റൊരു രാഷ്ട്രം സന്ധി ചെയ്യുന്നത് ജോർദാനാണ്. അത് 1994 എഗ്രിമെന്റിലാണ് സംഭവിക്കുന്നത്. അന്നത്തെ രാജാവായിരുന്ന കിങ് ഹുസൈനും ബിൽ ക്ലിന്റനും, അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും പിന്നീട് ഇസ്രായേൽ നേതാവ് ഇസാഖ് റബിനും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അതിന് ഇസ്രായേൽ ജോർദാൻ എഗ്രിമെന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ എഗ്രിമെന്റിൽ സ്വാഭാവികമായും അതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ അവശേഷിപ്പിക്കുക, ഡിപ്ലോമസി വീണ്ടും ശക്തമാക്കുക, അതുപോലെ ഇവരുമായിട്ടുള്ള വിവിധ കരാറുകൾ ഒപ്പിടുക, എന്നിട്ട് ഇസ്രായേൽ വാഗ്ദാനം നൽകി ജോർദാനെ റെഫ്യൂജി വിഷയങ്ങൾ പോലുള്ള മനുഷ്യാവകാശ വിഷയങ്ങൾ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാവുന്ന ഇതിലാണ്. പക്ഷേ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വാഗ്ദാനം എന്നത് അവരുടെ മൂല്യങ്ങളിൽ പെട്ടതല്ല എന്നതും പിന്നീടുള്ള സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത കരാർ ഉണ്ടാവുന്നത് ക്യാമ്പ് ഡേവിഡ് കരാറാണ്. അത് 2000-ലെ ക്യാമ്പ് ഡേവിഡ് കരാറാണ്. ഇതിന് പ്രധാനമായും സംഭവിക്കുന്നത് ജൂലൈ 11 മുതൽ ജൂലൈ 25 വരെ നീണ്ടു നിൽക്കുന്ന മാസത്തിൽ യഹൂദ് ബറാക്കും, അന്നത്തെ പ്രധാനമന്ത്രിയായ 2000-ലെ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ബറാക്കും ക്ലിന്റനും അറഫാത്തും ചേർത്ത് നടക്കുന്ന ചർച്ചയാണ് ക്യാമ്പ് ഡേവിഡ് ചർച്ച. പക്ഷേ ഇതിൽ നേരത്തെ എല്ലാ ചർച്ചകളിലും ഒരേ ഒരു സഖ്യത്തിന് മാത്രമേ ഉപകാരം ഉണ്ടാവുകയുള്ളൂ, അത് ഇസ്രായേലിന് മാത്രമാണ്. ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു പരാജയമാണ് അത്. ചരിത്രവും വർത്തമാനകാലത്തിലുമുള്ള പരാജയമാണ് എല്ലാവിധ ചർച്ചകളും എല്ലാവിധ എഗ്രിമെന്റുകളും എന്ന് നമുക്ക് കാണാൻ കഴിയും. 2000 നടന്ന ഈ എഗ്രിമെന്റ് പോലും, ക്യാമ്പ് ഡേവിഡ് കോൺഫറൻസ് പോലും, അതും ജെറൂസലേമിന്റെ കാര്യത്തിലോ ഫലസ്തീനിൽ വിവിധ ഭാഗങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് സെറ്റിൽമെന്റ് എന്ന പേരിൽ അധിനിവേശം നടത്തുന്ന ആ ഒരു വിഷയത്തിന്റെ കാര്യത്തിലോ, റെഫ്യൂജി ക്രൈസിസിന്റെ കാര്യത്തിലോ, കുടി ഒഴിപ്പിച്ചിട്ട് അവിടെ പുറത്തുനിന്ന് വരുന്ന യഹൂദരെ സ്ഥാപിക്കുന്ന കാര്യത്തിലോ ഒന്നും പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും 2000 നടന്ന ക്യാമ്പ് ഡേവിഡ് ചർച്ചയിൽ ഉപകാരമുണ്ടായില്ല എന്നുള്ളതാണ്. 2002 അബ്ദുള്ള രാജാവ് മുന്നോട്ട് വെച്ച അറബ് പീസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ചർച്ചയും കൂടി മുന്നോട്ട് വെച്ചു. അതായത് മുമ്പേ തന്നെ പലരും സംസാരിക്കുന്ന ഒരു ചർച്ചയായിരുന്നെങ്കിൽ പോലും അറബ് ഭാഗത്തു നിന്ന് ശക്തമായ ഒരു പരിഹാരത്തിനുള്ള ഒരു ഭാഗമായിരുന്നു അറബ് പീസ് പ്ലാൻ. അത് 1967 മുമ്പുള്ള ഗസ, വെസ്റ്റ് ബാങ്ക്, ജെറൂസലേം അടക്കമുള്ള ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫലസ്തീനികൾക്ക് ഒരു രാഷ്ട്രം അനുവദിക്കണം എന്ന് പറയുന്ന ആ വിഷയം സംസാരിക്കുന്ന ഒരു പ്ലാൻ ആയിരുന്നു അത് ഫലസ്തീനികൾ ഏറെക്കുറെ അംഗീകരിച്ചു വരുന്ന ഒരു പ്ലാനും കൂടിയായിരുന്നു. ലോകത്തെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളും പോലും അംഗീകരിക്കാൻ തയ്യാറായ പ്ലാനായിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ അധിനിവേശത്വരയും അവരുടെ ഈ ധാർഷ്ട്യവും ആ ചർച്ചയെ പോലും തള്ളിക്കളയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്ന് ആ പ്ലാനിന് ഫലസ്തീനികൾക്ക് വേണ്ടി പ്ലാൻ നേതൃത്വം കൊടുത്ത സൗദി, പക്ഷേ 2020 നടന്ന ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങുകയും സെപ്റ്റംബർ 15 സന്ധി ചെയ്യുകയും ചെയ്ത അബ്രഹാം അക്കോർഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന പുതിയ UAE, ബഹ്റൈൻ, ഇസ്രായേൽ കരാറിന് അത് മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നും നമുക്ക് കാണുവാൻ കഴിയും. ഈ പുതിയ കരാറുമായി ബന്ധപ്പെട്ട് UAE പറഞ്ഞത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേൽ നടത്തുന്ന സെറ്റിൽമെന്റ് അധിനിവേശം ഇല്ലാതാക്കും എന്ന പേരിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കരാർ പോലും
നടക്കുകയും ചെയ്യുന്നത്. സമാധാനം ഉണ്ടാവുകയും വിവിധ തരത്തിലുള്ള കോപ്പറേഷൻ ഉണ്ടാവുകയും ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ ശക്തമാക്കുക, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കൂടുതൽ ഊർജവത്താക്കുക എന്നൊക്കെ ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ഈ കരാർ ചെയ്യുന്നതെങ്കിൽ പോലും ഫലസ്തീനികളുടെ റെപ്രസെന്റേഷനോ ഫലസ്തീനിലെ ഏതെങ്കിലും ഫതഹോ ഏതെങ്കിലും ഒരു സംഘടനയുടെ റെപ്രസെന്റേഷനോ ഇല്ലാതെയാണ് UAE അബ്രഹാം അക്കോർഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കരാർ തയ്യാറായത്. തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, വെസ്റ്റ് ബാങ്കുള്ള ഭാഗങ്ങളിൽ സെറ്റിൽമെന്റിൽ ഞങ്ങളൊന്നും നിർത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗം തന്നെയാണ് ഷെയ്ഖുൽ ജറായിൽ അവസാനമായി അവര് തീരുമാനിക്കുന്ന ഈ പുതിയ കെട്ടിപ്പിടുത്തങ്ങൾ, പിടിച്ചടക്കൽ പോലും അതിന്റെ ഭാഗമായിട്ടാണ്. ഈ തരത്തിൽ വിവിധ യുദ്ധങ്ങൾ ഉണ്ടാവുകയും പക്ഷെ ആ യുദ്ധങ്ങൾ ഫലസ്തീൻ ഉപകാരപ്പെടുകയും ഫലസ്തീൻ എന്ന് പറയുന്ന വലിയൊരു ഭാഗത്ത് നിന്ന് വെറും ചെറിയ ന്യൂനപക്ഷം, ഫലസ്തീനികൾ ന്യൂനപക്ഷമായി മാറുന്ന ഒരു സ്ഥലത്തേക്കും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചരിത്രത്തിലേക്ക് ഇങ്ങനെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം, അതായത് ഇത്രയും കാലം യുദ്ധങ്ങൾ ഉണ്ടാവുകയുണ്ടെങ്കിൽ പോലും ഫലസ്തീനികൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ല എന്നതും ഇതുമായി ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ സന്ധികളിലൂടെയും വിവിധ സന്ധികളിലൂടെയും ക്യാമ്പ് ഡേവിഡ്സ് ആവട്ടെ, ഓസ്ലോ അക്കോർഡ്സ് ആവട്ടെ, വിവിധ എഗ്രിമെന്റുകളാവട്ടെ, വിവിധ അനുരഞ്ജന ചർച്ചകളാവട്ടെ, അവസാനം നടന്ന അബ്രഹാം അക്കോർഡ്സ് ആവട്ടെ, ഇതിലൊന്നിലൂടെയും ഫലസ്തീനികൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ല എന്നുള്ളതാണ് ചരിത്ര സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.